ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഹബീബായ തങ്ങള് വലിയ വസ്ത്രം ധരിക്കുന്നതോടും അതുപോലെ തന്നെ നല്ല രീതിയിൽ നടക്കുന്നതിനോടും നല്ല വൃത്തിയിൽ നടക്കുന്നതിനോടൊക്കെ ഒരു വെറുപ്പുള്ള ആളായിരുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് ഈ ഒരു ചെറിയ ചരിത്രം മതി. അതായത് നമ്മളിൽ തന്നെ പലരും ഉണ്ടാകും, ധാരാളം സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ഒരു ഈങ്ങിച്ചടഞ്ഞ വസ്ത്രവും താടി മീശയൊന്നും നന്നാക്കാതെ ഒരു വൃത്തിയില്ലാത്ത കോലത്തിൽ നടക്കുന്ന ഒരു കോലം, അതായത് തേഞ്ഞു മാഞ്ഞ ചെരുപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ പലരും പറയും അവൻ ധനികനാണ്, പക്ഷെ അവന്റെ നടത്തം കണ്ടില്ല, ഒരു സിമ്പിളാണ്. പക്ഷെ അതൊരു നല്ല കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തങ്ങളുടെ ഈ ഒരു ചരിത്രം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം പലർക്കും ഒരു തോന്നലുണ്ട്, നമ്മൾ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് ഒന്നുമില്ലാത്ത ഒരു മിസ്കീനിനെ പോലെ നടക്കുന്നതാണ് നല്ലത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും എന്ന് മനസ്സിലാക്കിയവർക്കും ഇതിലൊരു പാഠമുണ്ട്. അതുപോലെ തന്നെ പല വലിയ വലിയ മുത്തല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ നല്ല നല്ല യാത്രകളും മറ്റൊക്കെ ചെയ്യുമ്പോൾ പലരും പറയും, എന്താ അവരിങ്ങനെ നടക്കണ്, അവർക്കുള്ളത് സദക്ക കൊടുത്താൽ പോരെ, അത് കൊടുത്താൽ പോരെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു മാതൃകയുണ്ട്. അത് ഈ ഒരു ചെറിയൊരു ചരിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ചരിത്രം വളരെ ചെറുതാണ്, പക്ഷെ ഇതിൽ നിന്നും വലിയ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രമായതുകൊണ്ട് തന്നെ ചെറിയ പാഠത്തിൽ നിന്നും വലിയത് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരിക്കല് ഒരു ധനികനായ ഒരു വിശ്വാസി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി എത്തുകയാണ്. അവിടുന്ന് കുറെ ദൂരത്തിൽ നിന്ന് വരുന്ന ഒരാളായത് കൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ കണ്ട ഉടനെ സ്വീകരിച്ചു. ഉടൻ തന്നെ മുത്തുനബി അയാളെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വളരെ മുഷിഞ്ഞിരിക്കുന്നു. അത് യാത്രയുടെ ക്ഷീണം കൊണ്ടോ യാത്രയുടെ ആ ഒരു ദൂരം കൊണ്ടോ മുഷിഞ്ഞതല്ല എന്ന് തങ്ങൾക്ക് മനസ്സിലായി. കാരണം അതിൽ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അത് പാകത്തിന് വേണ്ട വിധം ശീല ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ ഒരു വസ്ത്രം, അതായത് അത് ഇറുക്കി പിടിച്ച് ശരീരത്തിലാകെ ഒട്ടിപ്പിടിച്ച്, അതായത് അത്യാവശ്യം തടിയും ഊക്കൊക്കെ ഉള്ള ഒരാൾ ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ഒരു മെലിഞ്ഞ ആളിടേണ്ട വസ്ത്രം ഒരു തടിച്ച ആളിട്ടാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു ഒപ്പിച്ചിട്ട ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നു. മുത്തുനബി എങ്ങനെ നോക്കി, തലപ്പാവും പറ്റ മോശപ്പെട്ട രീതി, എല്ലാം ഒരു, അതായത് കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പടക്കം കണ്ടാൽ ഒരു മിസ്കീന്റെ ലുക്ക്. പക്ഷെ ഹബീബായ തങ്ങൾ ചോദിച്ചു, താങ്കൾക്ക് വേണ്ട വിധം ധനമില്ലേ എന്ന്. കാരണം തങ്ങളുടെ നോട്ടത്തിൽ തന്നെ തങ്ങൾ അദ്ദേഹത്തെ പറ്റി മുഴുവൻ മനസ്സിലാക്കിയിട്ടായിരിക്കും തങ്ങളുടെ പൊതുവെയുള്ള പെരുമാറ്റം. അത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുൻ പറഞ്ഞല്ലോ, അതായത് ഭൂമിന്റെ അടിയിലുള്ളതും ആകാശത്തിന്റെ മുകളിലുള്ളതും അള്ളാഹുവിന്റെ റസൂല് പച്ചയായി കാണുമെന്ന് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? മുത്തുനബിന്റെ പോരിശ നമ്മൾ 1-ാം ഭാഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീഡിയോസുമാണെങ്കിൽ പോയി കാണാവുന്നതാണ്. അള്ളാഹിന്റെ പ്രത്യേകത, അള്ളാഹിന്റെ റസൂലിന്റെ പ്രത്യേകതകൾ. അപ്പൊ ആ പ്രത്യേകതകളിൽ പ്രത്യേകം പറയുന്ന ഒരു പ്രത്യേകതയാണ് ഉള്ളും പുറയും ഒരുപാട് തുറന്നു കാണുന്ന ഹബീബായ തങ്ങള് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് വേണ്ടുവോളം സ്വത്തില്ലേ? അപ്പം ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, എനിക്ക് ധാരാളം സ്വത്തുണ്ട്. ഒരുവിധം സുഖമായി കഴിയാനുള്ള 2-3 തലമുറക്ക് റാഹത്തായി കഴിയാനുള്ള സ്വത്ത് എനിക്കുണ്ട് ഹബീബേ. അത് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം അവിടെ വെളിപ്പെടുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തൊക്കെയുണ്ട്? ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, 100ഓളം ഒട്ടകങ്ങളുണ്ട്, സഞ്ചാരത്തിന് ആവശ്യമായ കുതിരകളും എനിക്കുണ്ട്, അതിലേറെയും ഉണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ മേൽവാടകക്ക് കൊടുക്കുന്ന സ്വന്തം ആവശ്യത്തിനും അതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുന്നതുമായ ഒരു 50ഓളം ഒട്ടകങ്ങളും എനിക്കുണ്ട്. 50 ഒട്ടകം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസക്കാരനല്ല അയാള്, അത് നമ്മൾ മനസ്സിലാക്കണം. കുറെ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്, വീട്ടിലും കൃഷിസ്ഥലത്തും പണിക്ക് 20ഓളം അടിമകൾ എനിക്കുണ്ട്. ആഗതൻ അഭിമാനത്തോടെ ഈ വിവരം മുത്തുനബിയെ അറിയിച്ചു. സഹോദര, അള്ളാഹു വേണ്ടത്ര സ്വത്ത് നൽകി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹ ലക്ഷ്യം നിങ്ങളിൽ ഉണ്ടായിട്ടും ഇത്രത്തോളം സമ്പത്ത് നിങ്ങളിൽ അള്ളാഹ് പ്രകടമാക്കി തന്നിട്ടും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരു കോലത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആകെ തന്നെ ഇങ്ങനെ ഏകദേശം കാര്യങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് വന്നു. കാരണം മുത്തുനബി പറയാണ്, സഹോദര, അള്ളാഹു വേണ്ടത്ര സമ്പത്ത് നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്നിട്ടും അള്ളാഹുവിന്റെ ആ അനുഗ്രഹ ലബ്ധിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ പ്രക്രിയ മാറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അയാൾക്ക് ആ കാര്യം മനസ്സിലായത്. ആകെ തന്നെ ഏകദേശമൊക്കെ കാര്യം പിടികിട്ടി.
അയാള് മിയിച്ചു നിന്നു. അയാൾ മനസ്സിലാക്കിയത് നേരെ തിരിച്ചായിരുന്നു. ഒരു പാവപ്പെട്ടവന്റെ രൂപത്തിൽ ചെല്ലലായിരിക്കും നല്ലത് എന്നായിരിക്കും ആ പാവപ്പെട്ട സഹാബി മനസ്സിലാക്കിയത്. ഏതായാലും അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി അയാളുടെ കണ്ണു തുറന്നു. അള്ളാഹു ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ മുത്തുനബിയെ പടച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നമ്മോട് പറയുകയാണ്, ധനം അള്ളാഹു കൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് മുറുകെ പിടിച്ചാൽ ചത്തുപോകും. അതേസമയത്ത് അത് തുറന്നു പിടിച്ചാൽ അത് പാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യത്തിന് ചിലവാക്കണം, അനാവശ്യമായി ചിലവാക്കരുത്. ഇത് കേട്ട ആഗതന് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഇവിടെ നിന്നും പല കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായി. അവിടുന്ന് എന്റെ വസ്ത്രത്തിൽ നോക്കിയാണ് സംസാരിച്ചത് എന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഇത്തരം വിഷയങ്ങൾ ചെയ്യില്ല എന്ന് അയാൾ പറയുകയും, ഇതിൽ നിന്നും നമുക്ക് കിട്ടിയൊരു പാഠമുണ്ട്. അള്ളാഹു നമുക്ക് തന്ന നിഹ്മത്ത് അത് വലുതായി നമ്മൾ കണ്ട് ഉള്ള നിഹ്മത്തിൽ അത്രയും വൃത്തിയായി ജീവിക്കുക. അതായത് നമുക്ക് ധാരാളം സ്വത്തൊക്കെ തന്നിട്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ സ്വത്തുണ്ട് അതുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഒന്നായിട്ട് കീറി പറഞ്ഞ വസ്ത്രവും അതുപോലെ തന്നെ ഒരു താടിയൊന്നും വെട്ടാതെയും ഒന്ന് വൃത്തിയാക്കാതെയും നടക്കുന്നതൊന്നും അള്ളാഹുവിന്റെ റസൂലിന് അവിടുത്തെ ഉമ്മത്ത് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാകും. കാരണം അവിടുത്തെ ഉമ്മത്ത് നല്ല വൃത്തിയിൽ നടക്കുന്നത് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടം. കാരണം അവിടുന്ന് നമ്മളെ നോക്കി കാണുന്നുണ്ട്. നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല തൊപ്പി അണിയുന്നതും നല്ല രീതിയിൽ നടക്കുന്നതൊക്കെ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് അതൊരു അഭിമാനമാണ്. കാരണം നമ്മുടെ മക്കള് നല്ല വൃത്തിയിൽ സ്കൂൾ വിട്ട് വരുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ കുട്ടികളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കേണ്ടതുമുണ്ട്. കാരണം നമ്മളെ റൂഹിന്റെ പിതാവാണ് അള്ളാഹുവിന്റെ റസൂല്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്വന്തം നഫ്സിനെക്കാട്ടിലും നമ്മളെ മാതാപിതാക്കളെക്കാട്ടിലും കൂടുതൽ എന്നാണോ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു അന്നാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ മുഅ്മിനിന്റെ ലക്ഷണം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കലാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് നമ്മളോടുള്ള സ്നേഹം എത്രയായിരിക്കും. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചുപോയത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മളെ ഹബീബ് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒരു 4 അംശം, അതിന്റെ ഒരു അംശം നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം മുത്തുനബിനെ ഇഷ്ടം വെക്കേണ്ടതുണ്ട്, അവിടത്തേക്ക് സലാത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി വൃത്തിയായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടും. അവിടുത്തെ തിരു കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കുവാനും അവിടുത്തെ റൗള ഷരീഫിൽ പോയി അവിടത്തേക്ക് സലാം പറയുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ നമ്മളെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അടുത്ത ചരിത്രവുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.